ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. കുറേ പേരുടെ ഒരു പരാതിയാണ് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് കിട്ടണില്ല, അതുപോലെ തന്നെ കൈയൊക്കെ വേദനയാണ്, ഭയങ്കര മെനക്കെട്ടൊരു പണിയാണ് ഇടിയപ്പം ഉണ്ടാക്കണമെന്നൊക്കെ പറയണത് കേൾക്കാം. അപ്പോൾ ഇടിയപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഒരുപാട് മെനക്കെട്ട പണിയൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കൈയൊന്നും വേദനിക്കാണ്ട് നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കണേക്കായി മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇടിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് 3 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാനൊരു ബൗളിൽ ഇട്ട് കൊടുക്കുന്നത്. അളന്നിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോണ്ടാണ് വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള പൊടി എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അരിപ്പൊടി എടുക്കുന്ന സമയത്ത് നല്ല വറുത്ത അരിപ്പൊടി വേണം കേട്ടോ എടുക്കാനായിട്ട്. നല്ല നൈസായിട്ടുള്ള പൊടി ഉണ്ടല്ലോ, ആ ഒരു പൊടി വേണം എടുക്കാൻ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് അരിപ്പൊടിയല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ അരിപ്പൊടി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പ് കൊണ്ട് തന്നെ വേണം വെള്ളം അളന്നെടുക്കാനായിട്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഈ ഒരു വെള്ളം ഒന്ന് വെട്ടി തിളക്കണം. ഇപ്പോൾ അതേ വെള്ളം നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാവൊന്ന് കുഴച്ചെടുക്കാം. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. ഒരു കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം ഒരു 1.25 to 1.5 കപ്പ് വെള്ളമൊക്കെ ആവശ്യമായിട്ട് വരുള്ളൂ. ചില അരിപ്പൊടിക്ക് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തിളപ്പിച്ചിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വീണ്ടും വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് എടുത്ത് വരുമ്പോഴേക്കും നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ പോകും കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിച്ചിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ബാക്കിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കൈയൊന്ന് വെള്ളത്തിൽ നിന്ന് നനച്ചെടുത്തതിന് ശേഷം മാവ് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇടിയപ്പം അച്ചിലേക്ക് ഇത് നിറച്ചിട്ട് മാവ് പിഴിഞ്ഞെടുക്കാം. മാവ് കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇത് തുറന്ന് വെക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഡ്രൈ ആയിട്ട് പോവും. അടച്ച് വേണം വെക്കാനായിട്ട്. അതിന് ശേഷം ഇടിയപ്പം അച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ഇടിയപ്പം വേവിച്ചെടുക്കാനായിട്ട് എടുക്കണ തട്ടിലും അതുപോലെ തന്നെ ഇതുപോലെ ഇഡ്ഡലി തട്ടൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ മാവ് ഇതിലേക്ക് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇടിയപ്പം വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അധികം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇതുപോലെ മാവ് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ചേർക്കണമെങ്കിൽ തേങ്ങ ആദ്യമേ കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ മാവ് പിഴിഞ്ഞെടുക്കുക ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ തേങ്ങ ചേർക്കണില്ല. പിന്നെ തേങ്ങ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് തേങ്ങ ഇതുപോലെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലും കുറച്ച് മാവ് ഇതുപോലെ അങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം. ആവി കയറ്റി വേവിച്ചെടുക്കാനായിട്ട് ഇതേ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഇത് വെച്ച് കൊടുത്തിട്ട് ഒരു 6-7 മിനിറ്റോളം നമുക്കിത് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. നല്ല പഞ്ഞി പോലെ ഇരിക്കണ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും. അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ചിലർ വെള്ളം തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളത്തിലോട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ടൊക്കെ ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ തിളച്ച വെള്ളം പൊടിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടിയപ്പച്ച ഉണ്ടല്ലോ അത് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുക്കുക. അതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ എടുത്ത് വയ്ക്കാനായിട്ട്. കഴുകിയിട്ട് പെട്ടെന്ന് അങ്ങനെ എടുത്ത് വയ്ക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ പിന്നീട് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇടിയപ്പച്ച എടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഇങ്ങനെ തുരൊക്കെ പിടിച്ചിട്ടുണ്ടാവും. തുരു പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെയാണ് കേട്ടോ നമുക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മാവ് ഇട്ടിട്ട് നമുക്കതിങ്ങനെ തിരിച്ചെടുക്കുന്ന സമയത്ത് കൈയൊക്കെ വേദന ആവണത്. അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ടും പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ കറക്കിയെടുക്കാനൊക്കെ പ്രയാസമാവും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കൈയൊന്നും വേദനിക്കാണ്ട് ഇടിയപ്പം തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.